ഞാൻ ഒരിക്കലൊരു വീഡിയോ ചെയ്യണ്ടായി. ഒരു മൊബൈൽ കേസിൻ്റെ കസ്റ്റമൈസ് ഡിസൈൻ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ DIY ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോ വൺസ് ഞാൻ ചെയ്തിരുന്നു. അതിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മൊബൈൽ കേസ് വാങ്ങിയാൽ നമുക്ക് എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ അതിൻ്റെ ബാക്കിൽ പെയിൻറ്റ് അക്രിലിക്സ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നായിരുന്നു ആ വീഡിയോയിൽ കാണിച്ചത്. സോ അന്ന് ഞാനൊരു മണ്ടാല ഡിസൈനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു റീസൺ ആയത്. സോ ആ കമൻറ്റ്, ആ ഡൗട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് അക്രിലിക്സ് അല്ലാതെ വാട്ടർ കളർ ഉപയോഗിച്ചത് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു ആ ഡൗട്ട്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഐ എം സോ ഹാപ്പി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കമൻറ്റ് ചെയ്തത്. ആരാണ് ആ കമൻറ്റ് ചെയ്തതെന്ന് എനിക്ക് പേര് ഓർമ്മയില്ല. കമൻറ്റ് ചെയ്ത ആളുടെ ആ കമൻറ്റ് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് പേർക്ക് വാട്ടർ കളർ എന്ന് പറയുന്ന മീഡിയം ഫെമിലിയർ ആണ്. ബിക്കോസ് നമ്മളത് സ്കൂളിൽ ചെയ്യുന്ന കാരണം, സ്കൂളിൽ വാട്ടർ കളേഴ്സ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും വാട്ടർ കളർ എന്താണെന്നുള്ളത് ഒരു ബേസിക് ഐഡിയ ഉണ്ട്. പക്ഷേ അക്രിലിക് എന്ന് പറയുന്ന ഒരു മീഡിയം ആർക്കും അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു മീഡിയം അല്ല. അക്രിലിക് എന്ന് പറയുന്നത് അക്രിലിക് പെയിൻറ്റിങ്സ് ചെയ്ത്, ഇപ്പം ഞാനാണെങ്കിൽ പോലും ഞാനും ചെയ്ത് തുടങ്ങിയ സമയത്ത് എല്ലാം വാട്ടർ കളേഴ്സാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് ഒരുപാട് മടിച്ച് ഒരുപാട് ഹെസിറ്റേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പിന്നീട് അക്രിലിക്സ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഞാനിപ്പോഴും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് വേറെ മീഡിയം ഉണ്ട്. സോ ഞാനിപ്പോൾ സ്ലോലി വേറെ മീഡിയം എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ കൂടുതലും ചെയ്യുന്ന വാട്ടർ കളറും അക്രിലിക്സും തന്നെയാണ്. അതിൽ അക്രിലിക്സ് തന്നെയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇപ്പോൾ. സോ എനിക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് അക്രിലിക് ആൻഡ് വാട്ടർ കളർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതും. ഇപ്പം നമ്മളൊരു മൊബൈൽ കേസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന കുറച്ച് ആസ്പെക്ട്സ് ഉണ്ട്. നമ്മൾ എന്തുകൊണ്ട് വാട്ടർ കളർ അല്ലാതെ പല വർക്ക്സിനും അക്രിലിക്സ് ചൂസ് ചെയ്യുന്നു? എന്തുകൊണ്ട് ബോട്ടിൽ ആർട്ടിനൊന്നും ആരും വാട്ടർ കളർ ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ട് അക്രിലിക്സ് ഉപയോഗിക്കുന്നു? ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ മനസ്സിൽ ചോദ്യമുണ്ട്. സോ ബേസിക്സ് ഓഫ് അക്രിലിക് പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് മൈൻഡിൽ ഉണ്ടായിരുന്നു. ബിക്കോസ് ഒരുപാട് വ്യൂവേഴ്സിന് ഈ രണ്ട് മീഡിയ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും വാട്ടർ കളർ ആൻഡ് അക്രിലിക് അതിൻ്റെ ബിഹേവിയറിലുള്ള ചേഞ്ചസ് എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല എന്ന് എനിക്ക് വരുന്ന കമൻസിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അക്രിലിക് പെയിൻറ്റിങ്ങും വാട്ടർ കളർ പെയിൻറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്കിന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ എന്താണ് അക്രിലിക് പെയിൻറ്റ്? അക്രിലിക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫോമായ ഒരു ലിക്വിഡ് പോളിമർ ബൈൻഡറിൽ ഡ്രൈ പിഗ്മെൻറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അക്രിലിക് പെയിൻറ്റ്. വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് അക്രിലിക് പെയിൻറ്റിന് തിന്നേഴ്സ് ഒന്നും ആവശ്യമില്ലാത്തത്. അക്രിലിക് പെയിൻറ്റ് ഡ്രൈ ആയതിനു ശേഷം വാട്ടർ പ്രൂഫ് ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റഡ് വർക്ക്സ് വാണിഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഡാംപ് ക്ലോത്തൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാനും ഒരുപാട് നാൾ ഡ്യൂറബിളായിട്ട് ഇരിക്കുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം വാട്ടർ കളർ എന്ന് പറയുന്നത് ഒരു വാട്ടർ ബേസ്ഡ് സൊല്യൂഷനിൽ പിഗ്മെൻറ്റ്സ് സസ്പെൻഡ് ചെയ്തുണ്ടാക്കുന്നതാണ് വാട്ടർ കളർ പെയിൻറ്റ്. ബൈൻഡർ വാട്ടർ സോലബിൾ ആണ്. വാട്ടർ കളേഴ്സിന് വാട്ടർ പ്രൂഫിംഗ് ഫിനിഷ് ഇല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ. സോ ഡ്രൈ ആയൊരു വർക്കിന് മുകളിൽ വാട്ടർ വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്ടർ വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെയിൻറ്റ് റീആക്ടിവേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ വാട്ടർ കളർ പെയിൻറ്റിങ്സ് അക്രിലിക് പെയിൻറ്റിങ്സിനെക്കാട്ടിലും ലെസ് ഡ്യൂറബിൾ ആണ്. ആൻഡ് സ്റ്റോറേജ് കണ്ടീഷൻസ് ഒട്ടും മോയ്സ്ചർ ഇല്ലാതെ പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്താൽ മാത്രമേ ഇത് ഡ്യൂറബിളായിട്ട് നിൽക്കുള്ളൂ. അടുത്തത് ഏതൊക്കെ സർഫസസിൽ ഏതൊക്കെ പെയിൻറ്റ് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ടർ കളേഴ്സ് എപ്പോഴും വാട്ടർ കളർ പേപ്പറിൽ മാത്രമാണ് ചെയ്യുക. GSM വാല്യൂം ക്വാളിറ്റിയും നോക്കി നമുക്ക് പെയിൻറ്റിങ്സിനനുസരിച്ച് വാട്ടർ കളർ പേപ്പർ ഡിസൈഡ് ചെയ്യാം. എന്നാൽ അക്രിലിക് പെയിൻറ്റിങ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സർഫസസ് അവൈലബിൾ ആണ്. പേപ്പർ, ക്യാൻവസ്, വുഡ്, ഗ്ലാസ്, ഇതിലെല്ലാം നമുക്ക് അക്രിലിക് പെയിൻറ്റിങ് അപ്ലൈ ചെയ്യാം. എങ്ങനെ തിരിച്ചറിയും എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോ പേപ്പർ വാങ്ങിക്കുന്ന സമയത്തും അതിൽ എന്തൊക്കെ മീഡിയം അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ടാവും. അത് വായിച്ച് നോക്കിയിട്ട് മാത്രം പേപ്പർ വാങ്ങിക്കാം. ബ്രഷസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വാട്ടർ കളറിന് നമ്മൾ കൂടുതൽ വാട്ടർ അബ്സോർബിംഗ് ആയിട്ടുള്ള ബ്രഷസാണ് യൂസ് ചെയ്യുക. പിന്നെ രണ്ട് പെയിൻറ്റിങ്സും ചെയ്യുന്ന ആളുകൾ എപ്പോഴും രണ്ട് സെറ്റ് ഓഫ് ബ്രഷസ് വയ്ക്കുക. വാട്ടർ കളറിന് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ബ്രഷസും അക്രിലിക്സിന് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ബ്രഷസും. ഇനി പറയാൻ പോകുന്നത് വാട്ടർ കളേഴ്സിലും അക്രിലിക്സിലും ഡിഫറെൻ്റ് ആയ കുറച്ച് പോയിൻറ്റ്സ് ആണ്. ആദ്യം തന്നെ വാട്ടർ കളർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൈല്യൂട്ടഡ് ആയിട്ടാണ് യൂസ് ചെയ്യുക. വാട്ടർ കളേഴ്സിൽ നമ്മൾ ലൈറ്റ് ടു ഡാർക്ക് കളേഴ്സാണ് എപ്പോഴും അപ്ലൈ ചെയ്യുക. സോ ആദ്യം ലൈറ്റ് കളേഴ്സ് അപ്ലൈ ചെയ്ത് പിന്നെ ഡാർക്കർ ഷെയ്ഡ്സിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ വാട്ടർ കളേഴ്സിൽ അപ്ലൈ ചെയ്യുക. വാട്ടർ കളേഴ്സിൽ ഓവർലാപ്പിംഗ് ഓർ ലെയറിങ് ചെയ്യാൻ അത്ര ഈസി അല്ല. പിന്നെ അങ്ങനെ ലെയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് താഴത്തെ കളേഴ്സ് വാനിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുകളിലത്തെ കളേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ താഴത്തെ കളേഴ്സിലേക്ക് കൂടി അത് മെർജായി അതൊരു ഡിഫറെൻറ്റ് ഷെയ്ഡ് ഓഫ് കളറായിട്ട് വരാനും ചാൻസസ് കൂടുതലാണ്. സോ വാട്ടർ കളേഴ്സിൽ ലെയറിംഗ് ഡിഫറെൻ്റ് ആണ് ദാൻ അക്രിലിക്സ്. രണ്ട് മീഡിയം
തമ്മിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും വാട്ടർ കളേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്രിലിക്സിനെക്കാട്ടിലും ഒരല്പം കൂടി ഡള്ളാണ്. അക്രിലിക്സ് ഭയങ്കര ബ്രൈറ്റായിട്ട് എടുത്ത് നിൽക്കും, വാട്ടർ കളേഴ്സ് അത്രയും ബ്രൈറ്റായിട്ട് എടുത്ത് നിൽക്കില്ല. വാട്ടർ കളേഴ്സിൽ നമുക്ക് മിസ്റ്റേക്സ് കവറപ്പ് ചെയ്യാൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. അക്രിലിക്കിൽ അത് കുറച്ചുകൂടി ഈസിയാണ്. വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് യൂസ് ചെയ്ത് എങ്ങനെയാണ് രണ്ട് കളേഴ്സ് തമ്മിൽ ബ്ലെൻഡ് ചെയ്യുന്നതെന്നാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. വാട്ടർ കളേഴ്സിൽ വൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴത്തെ കളർ ഒരല്പം കൂടി ഒപ്പേക്ക് രീതിയിലേക്ക് മാറും. ലെയറിങ് ഈസി അല്ല അക്രിലിക്സിലെ പോലെ വാട്ടർ കളേഴ്സിൽ വൈറ്റ് യൂസ് ചെയ്ത്. അടുത്തത് അക്രിലിക്സ് എന്ന മീഡിയം നോക്കാം. അക്രിലിക്സിൽ എപ്പോഴും നമ്മൾ ഡാർക്ക് കളേഴ്സ് ആദ്യം അപ്ലൈ ചെയ്യും. സോ ഡാർക്ക് ടു ലൈറ്റ് ആണ് കളേഴ്സിൻ്റെ ട്രാൻസിഷൻ. വാട്ടർ കളേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരല്പം കൂടി ബ്രൈറ്റർ ആയിട്ടാണ് അക്രിലിക്സ് നിൽക്കുക. ഒരുപാട് ഡൈല്യൂട്ടഡ് ആയിട്ട് ഒരിക്കലും അക്രിലിക്സ് യൂസ് ചെയ്യരുത്. വാട്ടർ സോല്യൂബിൾ ആണെങ്കിൽ പോലും അതൊരു ബിഗ് മിസ്റ്റേക്കാണ് ബിഗിനേഴ്സ് ചെയ്യുന്നത്. വാഷിംഗ് ടെക്നിക്കിൽ ഒരല്പം ഡൈല്യൂട്ടഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമെങ്കിലും അതല്ലാതെ ജനറലി വാട്ടർ കളേഴ്സിന് അത്രയും ഡൈല്യൂട്ടഡ് ആയിട്ടല്ല അക്രിലിക്സ് യൂസ് ചെയ്യുക. ഓവർലാപ്പിംഗ് ഓർ ലെയറിംഗ് ഈസിയാണ് വാട്ടർ കളേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അക്രിലിക്സിൽ. ലെയറിംഗ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വാട്ടർ കളേഴ്സിലെ പോലെ താഴത്തെ കളർ വാനിഷ് ആയി പോവില്ല കംപ്ലീറ്റ്ലി. മറ്റൊരു ഷെയ്ഡിലേക്ക് ട്രാൻസിഷൻ വരില്ല. അക്രിലിക് ഒരിക്കലും ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യാൻ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു മീഡിയം അല്ല. അക്രിലിക്കിൽ ന്യൂ കളേഴ്സ് നമുക്ക് താഴത്തെ പ്രീവിയസ് ലെയേഴ്സിനെ എഫക്റ്റ് ചെയ്യാതെ തന്നെ അത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അക്രിലിക്കിൽ വൺസ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് വാട്ടർ പ്രൂഫ് ഫിനിഷാണ്. വീണ്ടും വാട്ടർ അപ്ലൈ ചെയ്ത് നമുക്കതിനെ റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ലെയർ കൂടി അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് രണ്ട് ലെയേഴ്സും നിൽക്കുന്നതെന്ന്. അക്രിലിക്സിൽ വൈറ്റ് ഉപയോഗിച്ച് നമുക്ക് കളേഴ്സിനെ ലൈറ്റൻ ചെയ്യാനും ഒപ്പേക്ക് ആക്കാനും എല്ലാം സാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വൺസ് ബേസ് കളർ ഡ്രൈ ആയി കഴിഞ്ഞാൽ വൈറ്റ് ഉപയോഗിച്ച് ലെയറിങ്ങും ചെയ്യാൻ സാധിക്കും. ഒരു ഡിഫറൻസ് കൂടി ഉള്ളത് വാട്ടർ കളറിന് പേപ്പർ പ്രൈമിങ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ അക്രിലിക്കിന് സർഫസ് പ്രൈമിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പല വർക്ക്സിനും അക്രിലിക് ഉപയോഗിക്കുന്നത്, വാട്ടർ കളർ ചൂസ് ചെയ്യാതെ നമ്മൾ അക്രിലിക്സ് തന്നെ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഈ രണ്ട് മീഡിയ തമ്മിൽ എന്തുകൊണ്ടാണ് എല്ലാവരും അക്രിലിക്സ് എന്ന് പറയുന്നത്, എന്താ വാട്ടർ കളർ ഉപയോഗിക്കാതെ, വാട്ടർ കളർ ഉപയോഗിച്ച് എന്താ സംഭവിക്കുക, എന്താ ഉണ്ടാവുക എന്നുള്ള സംശയങ്ങളൊക്കെ തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ ടോപ്പിക്കിലുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്സ് ആൻഡ് കമൻറ്റ്സ് ആയിട്ടും അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുമൊക്കെ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതോടുകൂടി നമ്മൾ ബേസിക്സ് ഓഫ് അക്രിലിക് പെയിൻറ്റിംഗ് എന്ന ഈ സീരീസ് അവസാനിപ്പിക്കുകയാണ്. ഇതിന് മുൻപത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ സീരീസിലത്തെ അത് കാണുക. ഞാനിതൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത വീഡിയോസൊക്കെ അതിൽ കമ്പൈൽ ചെയ്യുന്നതായിരിക്കും. സോ ഇതിന് മുൻപത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരുപാട് നോളേജ് അതിലുണ്ട്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.